നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനെ മുട്ടുകുത്തിച്ച് ട്രംപിൻ്റെ സമ്പൂർണ്ണ വിജയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുവെന്ന് വേണം ഇപ്പോൾ നമ്മൾ അനുമാനിക്കാൻ. 6 ആഴ്ച പിന്നിട്ട ഇറാൻ-US യുദ്ധമാണ് ഇപ്പോൾ അവസാനിക്കാനൊരുങ്ങുന്നത്. തങ്ങളുടെ കൈവശമുള്ള ആണവപ്പൊടി അമേരിക്കയ്ക്ക് കൈമാറാൻ ഇറാൻ സമ്മതിച്ചുവെന്ന് ട്രംപ് അവകാശവാദം ഉന്നയിച്ചു. ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറിയാൽ യുദ്ധവിരാമം ഉണ്ടാകുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ഈ ആഴ്ച തന്നെ പാകിസ്ഥാനിൽ വെച്ച് ഇറാനുമായി അവസാനവട്ട സമാധാന ചർച്ച നടക്കുമെന്നും പൂർണ്ണ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നും ട്രംപ് പറയുന്നു. വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുന്ന ഘട്ടത്തിൽ താൻ ഇസ്ലാമാബാദിലേക്ക് തിരിക്കും. അവരുടെ കൈവശമുള്ള ആണവപ്പൊടി അമേരിക്കയ്ക്ക് കൈമാറാൻ ഇറാൻ സമ്മതിച്ചു കഴിഞ്ഞു. ഇറാന്റെ ആണവമോഹങ്ങൾ തടയുന്നതിൻ്റെ ഭാഗമായി സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു രാജ്യത്തേക്ക് മാറ്റണമെന്ന ആവശ്യം നേരത്തെ തന്നെ അമേരിക്ക ഉന്നയിച്ചതാണ്. ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് റഷ്യൻ പ്രസിഡന്റ് പുതിൻ പലവട്ടം വ്യക്തമാക്കുകയും ചെയ്തു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയും ആർമി ചീഫ് ജനറൽ അസിം മുനീറിനെയും ട്രംപ് അഭിനന്ദിച്ചു. കരാർ ഇസ്ലാമാബാദിൽ വെച്ച് ഒപ്പിടാൻ തയ്യാറാക്കപ്പെട്ടാൽ താൻ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുമെന്നാണ് ട്രംപിന്റെ നിലപാട്. ഇസ്ലാമാബാദിൽ ഈ ആഴ്ച നടക്കുന്ന ചർച്ചകൾ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ എത്തുമെന്നാണ് ട്രംപ് പറയുന്നത്. വൈറ്റ് ഹൗസിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ട്രംപ്. ഏപ്രിൽ 21 അവസാനിക്കുന്ന താൽക്കാലിക വെടിനിർത്തൽ ഒരു സ്ഥിര വെടിനിർത്തൽ കരാറിലെത്തും എന്ന് ട്രംപ് ഉറപ്പിക്കുകയാണ്. എത്രയും പെട്ടെന്നൊരു കരാറിൽ ഏർപ്പെടാൻ ഇറാൻ അതിയായി ആഗ്രഹിക്കുന്നു. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധമാണ് ഇത്തരമൊരു ചർച്ചാമേശയിൽ ഇറാനെ എത്തിച്ചതെന്ന് ട്രംപ് വിശ്വസിക്കുന്നു. അതിശക്തമായ നീക്കങ്ങളാണ് ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക ഇപ്പോൾ നടത്തുന്നത്. ഇറാൻ തുറമുഖങ്ങൾ ഉപരോധിക്കുന്നതിനായി അമേരിക്ക അവിടെ എത്തിച്ചിരിക്കുന്നത് 12 യുദ്ധക്കപ്പലുകൾ. മറ്റ് 4 യുദ്ധക്കപ്പലുകൾ കൂടി പശ്ചിമേഷ്യൻ മേഖലയിലുണ്ട്. 100 വിമാനങ്ങളും 10,000-ലധികം സൈനികരെയും മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നു. US സെൻട്രൽ കമാൻഡ് സർവ്വശക്തിയുമെടുത്ത് ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം അക്ഷരാർത്ഥത്തിൽ ഇറാനെ തളർത്തിയിരിക്കുന്നു. ഉപരോധം നിലവിൽ വന്നതിന് ശേഷം മുന്നോട്ട് വന്ന 14 കപ്പലുകൾ US നിർദ്ദേശമനുസരിച്ച് തിരിച്ചുപോയി. ഹോർമുസ് കടലിടുക്ക് തടയില്ലെന്നും ഇറാന്റെ തുറമുഖങ്ങളും തീരപ്രദേശങ്ങളും മാത്രമാണ് US സൈന്യം ഉപരോധിക്കുന്നതെന്നും US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നു. കരാറിൽ ഒപ്പിടുന്നതുവരെ ഉപരോധം തുടരുമെന്നാണ് US വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുശേഷം ഹോർമുസ് കടലിടുക്കിൽ ഏതെങ്കിലും തലത്തിലുള്ള ടോൾ പിരിവിന് ഇറാൻ ഇറങ്ങിത്തിരിച്ചാൽ അപകടകരമായ വിധത്തിൽ ഉപരോധം അമേരിക്ക തുടരുമെന്നും US സെൻട്രൽ കമാൻഡ് പറയുന്നു. മറുവശത്ത് ഇസ്രയേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ലെബനനിൽ അതിശക്തമായ ആക്രമണങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേൽ നടത്തിയത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ലോകരാജ്യങ്ങൾ വളരെ ആശങ്കയോടെ നോക്കിക്കാണുകയാണ് ഇപ്പോഴും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയും തമ്മിൽ ഫോണിൽ സംസാരിച്ചു. യുദ്ധ സാഹചര്യങ്ങളും പുതിയ സംഭവ വികാസങ്ങളും അവർ വിലയിരുത്തി. ഇറാനെതിരെയുള്ള നാവിക ഉപരോധം ആവശ്യമുള്ള കാലത്തോളം തുടരുമെന്നാണ് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഗെക്സത്ത് പറയുന്നത്. ഇപ്പോൾ പൂർണ്ണമായും ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കുന്നത് US സൈന്യമാണ്. കരാറിന് ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ വീണ്ടും ആക്രമണം തുടങ്ങാൻ അമേരിക്ക പദ്ധതിയിടുന്നുവെന്നും പ്രതിരോധ സെക്രട്ടറി പറയുന്നു. ലെബനനും ഇസ്രയേലും തമ്മിൽ 10 ദിന വെടിനിർത്തലാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി താൻ സംഭാഷണം തുടരുന്നുവെന്ന് ട്രംപ് വ്യക്തമാക്കി. താൽക്കാലിക വെടിനിർത്തലിന് തങ്ങൾ സമ്മതിച്ചുവെന്നും ലെബനനുമായി ചരിത്രപരമായ ഒരു കരാർ സൃഷ്ടിക്കാനുള്ള അവസരമായി ഇതിനെ കാണുന്നുവെന്നും ബെന്യമിൻ നെതന്യാഹു പറഞ്ഞു. ഇറാൻ ഇനിയൊരിക്കലും ആണവായുധം സ്വന്തമാക്കില്ല എന്നതാണ് തൻ്റെ ചുവപ്പ് രേഖയെന്ന് ട്രംപ് വീണ്ടും വ്യക്തമാക്കുന്നു. ടെഹ്റാൻ ഈ ആവശ്യം അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് ട്രംപിൻ്റെ നിലപാട്. ഇറാനുമായി ഞങ്ങൾക്കിപ്പോൾ വളരെ അടുത്ത ബന്ധമാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. 4 ആഴ്ച ബോംബാക്രമണങ്ങളുടെയും അതിശക്തമായ ഉപരോധത്തിൻ്റെയും സംയോജന വിജയമാണിത് എന്ന് ട്രംപ് വിശ്വസിക്കുന്നു. സംഘർഷം പരിഹരിക്കുന്നതിനുള്ള ഒരു കരാർ തത്വത്തിൽ ഇറാൻ അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ഏതെങ്കിലും തലത്തിൽ IRGCയുടെയും മറ്റും സമ്മർദ്ദത്തിൽ ഈ കരാറിൽ നിന്ന് ഇറാൻ പിൻവാങ്ങിയാൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ ഉടൻ വ്യോമാക്രമണം പുനരാരംഭിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി.
കഴിഞ്ഞയാഴ്ച ആദ്യ റൗണ്ട് ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ച ഇറാൻ പ്രതിനിധി സംഘത്തെ നയിച്ച ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫുമായി പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ ദീർഘമായ ചർച്ച നടത്തി. ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടില്ല എങ്കിലും ചർച്ച ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ സ്ഥിരീകരിച്ചു. യുഎസുമായുള്ള ശത്രുത അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളെക്കുറിച്ച് ടെഹ്റാൻ ജാഗ്രതയോടെ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നുവെന്നാണ് ഇറാൻ ടെലിവിഷൻ പറയുന്നത്. ചർച്ചകൾ അർത്ഥവത്തായ ഫലത്തിലെത്തുമെന്ന് ഇറാൻ ടെലിവിഷൻ. ഇറാൻ തെറ്റായ തീരുമാനമെടുത്താൽ വീണ്ടും അവർക്ക് കടുത്ത ഭീഷണി നേരിടേണ്ടി വരും. ശക്തമായ ഉപരോധം അവർക്ക് മുന്നിലുണ്ട്. ഒരു വശത്ത് അമേരിക്കയുടെ ഈ ഭീഷണി, മറുവശത്ത് ഉപരോധത്തിൻ്റെ ശക്തമായ സമ്മർദ്ദം. നേരത്തെ ഇസ്രയേലിനെ നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത ഇറാൻ ഇപ്പോൾ ഇസ്രയേലുമായും ഒരു സമവായം ആഗ്രഹിക്കുന്നു. അന്താരാഷ്ട്ര പരിശോധകർക്ക് ഇറാനിൽ കടന്ന് അവരുടെ ആണവ സൗകര്യങ്ങൾ പരിശോധിക്കാനുള്ള അവസരം തുറന്നുകൊടുക്കണമെന്നും ട്രംപ് ആവശ്യപ്പെടുന്നു. പ്രതിരോധത്തിലൂടെയും ആക്രമണത്തിലൂടെയും അവർക്കിനി വിജയിക്കാൻ കഴിയില്ല എന്ന് ഇറാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അവർ സമാധാനത്തിൻ്റെ രണ്ടാമത് പാത തിരഞ്ഞെടുത്തത് എന്ന് ട്രംപ് പറയുന്നു. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഇറാനുമായുള്ള ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് ന്യൂയോർക്ക് പോസ്റ്റ് പത്രം പറയുന്നു. അമേരിക്കയുമായുള്ള ചർച്ചയെക്കുറിച്ച് ഇറാൻ ടെലിവിഷൻ ഇപ്പോൾ പ്രതികരണമൊന്നും നടത്തുന്നില്ല. എന്നാൽ പാകിസ്ഥാന് മുന്നിൽ തങ്ങൾക്ക് പറയാനുള്ള സന്ദേശം കൈമാറിയെന്നാണ് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വരുന്ന 48 മണിക്കൂറിനുള്ളിൽ ചില അത്ഭുതങ്ങൾ കാണാൻ കഴിയുമെന്നാണ് ഇന്നലെ ട്രംപ് പറഞ്ഞത്. അതിനെ സാധൂകരിക്കുന്ന നിരവധി സംഭവ വികാസങ്ങളാണിപ്പോൾ പശ്ചിമേഷ്യയിൽ. നേരത്തെ ഇറാനെതിരെ അതിശക്തമായ ആക്രമണം നടത്തിയിരുന്ന ഇസ്രയേൽ അമേരിക്ക ഏർപ്പെടുത്തിയ വെടിനിർത്തലിനെ തുടർന്ന് ഇപ്പോൾ നിശബ്ദതയിലാണ്. യുദ്ധം ആരംഭിച്ച് 7 ആഴ്ച പിന്നിടുമ്പോൾ ഇറാൻ കടുത്ത സാമ്പത്തിക സ്തംഭനാവസ്ഥയിലാണ്. രാജ്യം കടുത്ത സാമ്പത്തിക അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തുന്നു എന്ന് റിപ്പോർട്ടുകൾ. സാമ്പത്തിക വാണിജ്യ ഉപരോധങ്ങളെ തുടർന്ന് രാജ്യത്ത് കടുത്ത പട്ടിണിയും വിലക്കയറ്റവും രൂക്ഷമായി. ഏതുവിധേനയും ഇസ്ലാമാബാദിലെത്തി അമേരിക്കയുമായി ഒരു സമാധാന കരാറിലെത്താൻ ഒടുവിൽ ഇറാനും അത്രയധികം ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും തലത്തിൽ ഇനിയും കരാറും ചർച്ചകളുമൊക്കെ പൊളിഞ്ഞാൽ രൂക്ഷമായ ആക്രമണം ഒരു വശത്ത് നേരിടേണ്ടി വരും. മറുവശത്താവട്ടെ കനത്ത ഉപരോധം ഹോർമുസ് കടലിടുക്കിലടക്കം ഇപ്പോൾ ഇറാനെ വേട്ടയാടുന്നു. വെടിനിർത്തൽ വേളയിൽ ഇസ്രയേൽ ധാരാളം ആയുധങ്ങളും വെടിക്കോപ്പുകളുമൊക്കെ ശേഖരിച്ചു കഴിഞ്ഞു. വീണ്ടും യുദ്ധം പുനരാരംഭിച്ചാൽ അത് ഇറാൻ്റെ സമ്പൂർണ്ണ തകർച്ചയ്ക്ക് കാരണമാകുമെന്നും ഇറാൻ മനസ്സിലാക്കി. ഇസ്ലാമാബാദിലെ സമാധാന ചർച്ചകൾ വിജയിക്കും എന്നതിൻ്റെ സൂചന അതുതന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.